ഒരു പെണ്ണ് കൊണ്ടുപോയി ഒരാണിന്റെ പേരിൽ വ്യാജ പരാതി കൊടുത്തു കഴിഞ്ഞാൽ കേസെടുക്കുന്ന കാലം മാറി. അതിനൊരു തുടക്കം എന്റെ ഈ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത്. എന്തത് സംഭവം? റീസെന്റ് ഞാനും രേണുസുധിയും തമ്മിലുള്ള ഇഷ്യൂസ് എല്ലാവരും അറിഞ്ഞാണ്. എന്റെ പേരിൽ ഒരു വ്യാജ പരാതി കോട്ടയം തൃപ്പൂണിത്താനം എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് രേണുസുധി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഞാൻ അവിടെ ഹാജരായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ, എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാൽ പിന്നെ അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയും എന്റെ ഭാഗം കേൾക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയും വ്യക്തമായ രീതിയിൽ വളരെ കറക്റ്റ് ആയിട്ട് ഓരോ കാര്യം ഞാൻ അവിടെ പ്രസന്റ് ചെയ്യും. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? ചുറ്റും വടിവാളായിട്ട് നിൽക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ? അവസാനം സാറന്മാർക്ക് മനസ്സിലായി ഇവൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഈ സ്വാങ്കിന്റെ ഒരു ഭാഗ്യം. ഇതൊക്കെ എന്ത്? അത് മാത്രമല്ല എന്റെ ഓരോ വീഡിയോസും അവിടെ സ്റ്റേഷനിലുള്ള സാറന്മാര് കണ്ടു. ഭയങ്കര അത് കലക്കി. സത്യത്തിനൊപ്പം ന്യായത്തിനൊപ്പം നിന്ന് മാത്രം സംസാരിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം നിൽക്കുന്ന പോലീസുകാർ ഈ നാട്ടിലുണ്ടെന്നുള്ളൊരു കാര്യം കോട്ടയം തൃപ്പൂണിത്താനം എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിലുള്ള സാറുമാർ തെളിയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു തെളിവുമില്ലാതെ അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ഒരു രേഖകളും ഇല്ലാതെ വന്നിട്ട് ഏതൊക്കെയോ കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ ആരൊക്കെയോ ചെയ്ത വീഡിയോസിന്റെ ഫോട്ടോയും എടുത്തും കൊണ്ട് വന്നിട്ട് എനിക്കെതിരെ കേസ് എടുക്കണം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വരെ എന്നെ വിളിച്ച് വരുത്തിയിരിക്കുകയാണ്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. രണ്ടാമത് രേണുവിന് തോന്നുമ്പോൾ അങ്ങോട്ട് ഞാൻ കയറി പോകേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അഡ്വക്കേറ്റിനെ വെച്ച് കാര്യം ഡീൽ ചെയ്തു. ഇതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ വളരെ വലിയ കാര്യത്തിൽ രേണു കയറി ചെല്ലുകയും എന്റെ പേരിൽ പരാതി എടുക്കണം എന്നുള്ളൊരു വിപ്ലവമൊക്കെ അവിടെ നടത്തിയെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിനുശേഷം പോലീസുകാർ പരാതി എടുക്കാൻ പറ്റൂലെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. തെറ്റല്ലെന്നാണ് അവര് പറഞ്ഞത്, ഉദ്യോഗസ്ഥൻ പറഞ്ഞ തെറ്റല്ലെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പറഞ്ഞത് എനിക്കറിയത്തില്ല. ഒരു മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ല. നിങ്ങൾ വിഷമി ആ ഒരു വാക്കാണ് നമ്മൾ ജനമൈത്രി എന്ന് പറയുന്ന ഇടത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത്. ഏത് പോലീസ് സ്റ്റേഷൻ? ഇവിടുത്താണ് ചങ്ങനാശ്ശേരി. ഓ മനസ്സിലായി. ശരിക്കും ദേഷ്യപ്പെട്ട് ഞങ്ങളുടെ അടുത്ത് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. അതെന്താണ് സംഭവം? ഞങ്ങൾ പരാതിക്കാരാണ്, പക്ഷെ ഞങ്ങൾ ദേഷ്യപ്പെട്ട എന്തിനാണ് ഞങ്ങൾ. ഇപ്പൊ മനസ്സിലായല്ലോ, പോലീസുകാർ എന്തെങ്കിലും ന്യായം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പേരിൽ കേസ് എടുക്കത്തില്ല ഇവരുടെ ഭാഗത്ത്. അതായത് ഇവരുടെ ഭാഗത്ത് ഒരു ന്യായവുമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ടെന്നുള്ള ഒരു കാര്യം പോലീസുകാർക്ക് മനസ്സിലായി, അവർ കേസ് എടുത്തില്ല. ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ നാളെ